ഹായ് ഗൈസ്, പുതിയൊരു ഗോസ്റ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടു കാണും ആ ഒരു ലൊക്കേഷന്. സോ ഈ ഒരു ലൊക്കേഷനാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. സോ ഇതിന് മുന്നേ വന്നിട്ട് നിങ്ങൾ ചില ചെറിയ ഗ്ലാൻസ് കണ്ടു കാണും, ചെറിയൊരു ഫുട്ടേജ് വീഡിയോസ് കണ്ടു കാണും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ്റെ ഹിസ്റ്ററി, ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മെയിൻ വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ വന്നിട്ട് നമ്മൾ പകൽ ടൈം ഈ ഒരു ബിൽഡിങ് വന്നിട്ട് എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് പകൽ ടൈം വന്നിട്ട് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് പകൽ ടൈം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഫുട്ടേജ് വന്നിട്ട് പകൽ ടൈം കാണിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അറിയത്തില്ല, ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. സോ മേ ബി ഇതായിരിക്കും ഫസ്റ്റ്, എനിക്കറിയില്ല, അത് ഓർമ്മയില്ല എനിക്ക് കറക്റ്റായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ആയിരിക്കും ഫസ്റ്റ് ടൈം. സോ പകൽ ടൈം ഫുള്ള് കാണിച്ചു തരാം. അതുമല്ലാതെ ഈ ഒരു ലൊക്കേഷനോട്ട് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട്, കാരണം ഈ ഒരു സറൗണ്ടിൽ വന്നിട്ട് ഒരു 4 കിലോമീറ്റർ സറൗണ്ടിൽ വന്നിട്ട് യാതൊരു വീടും ഇല്ല, ഒരു കടകളും ഇല്ല. ഫുൾ ഒരുമാതിരി എന്താ പറയുക, അബണ്ടറായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയത്തില്ലേ, അതുകൂട്ടൊരു സ്ഥലമാണ്. ഇപ്പം നിങ്ങളൊരു പാട്ട് കേൾക്കും സൈഡിൽ കൂടെ. ഈ പാട്ട് വന്നിട്ട് ഒരു അമ്പലമുണ്ട്. ഇവിടുന്ന് നല്ല ദൂരം മാറി, പാട്ടി ഓഫായി. ഇവിടുന്ന് കുറച്ച് ദൂരം മാറി നല്ല ആ 4 കിലോമീറ്ററിന് ശേഷം ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് അവിടെ എന്തോ ഒരു ഉത്സവം, ഇപ്പം ശിവരാത്രിയുടെ നെക്സ്റ്റ് ഡേ ആണ്. സോ ഉത്സവം റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ പടക്കം പൊട്ടിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ, പാട്ട്, അങ്ങനെ കുറേ സംഭവം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സൗണ്ടോ, പാട്ടിൻ്റെ സൗണ്ടോ, പടക്കം പൊട്ടുന്ന സൗണ്ടോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ അമ്പലത്തിൽ നിന്നാണ്. കാരണം ഇവിടെ ഒന്നും ഒരു വീടും ഇല്ല, ഒരു മരങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ സൗണ്ട് ദൂരേന്ന് നന്നായിട്ട് ലോങ് വരെ സംസാരിക്കുന്നത് അറിയില്ല. സംസാരങ്ങളൊന്നും കുറച്ച് നേരമായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾ വന്നിട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. നല്ല വീടുകളും മരങ്ങളൊക്കെ തീരെ കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വന്നിട്ട് ദൂരെ നിന്നുള്ള സൗണ്ട് പോലും ഇവിടെ ഹെവി ആയിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഈ ഒരു ബിൽഡിംഗ് അല്ല, അപ്പുറത്ത് അങ്ങനെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ബിൽഡിംഗ് അത് കാണിക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് വേറെ ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് വേറെ 3 ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ ഭയങ്കര വലിയ ഒരു ബിൽഡിംഗ് ആണ്. ഒരു 6 ബിൽഡിംഗ്, 3, 4, 5, 6 മൊത്തം 6 ബിൽഡിംഗ് ഉള്ള ഒരു ഭയങ്കര വലിയൊരു കോമ്പൗണ്ടാണ് ഇത്. ആ 6 ബിൽഡിങ്ങും വന്നിട്ട് ഇതിനേക്കാൾ ഇരട്ടി വലുപ്പത്തിലുള്ളതാണ് അങ്ങോട്ടുള്ള ബിൽഡിങ്ങൊക്കെ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മൊത്തത്തിൽ ആഞ്ഞു പിടിച്ച്, വെപ്രാളം പിടിച്ച്, എന്താ പറയുക, ആർത്തി പിടിച്ച് നമ്മൾ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് വന്നിട്ട് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ വേറെ പ്ലാനുണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുണ്ട്. സോ ഇന്നത്തെ ഡേയിൽ വന്നിട്ട് ഒരു 2 ബിൽഡിങ് മെയിൻ ഫോക്കസ് ആയിട്ട് 2 ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മെയിൻ കഥ എന്ന് പറയുന്നത് വേറെ തലത്തിലുള്ള ഒരു സംഭവമാണ്. അതെന്താ നമ്മൾ വരുന്നു, നിങ്ങളുടെ മെയിൻ വീഡിയോ കാണുന്നതൊക്കെ മനസ്സിലാവും. ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാ ബിൽഡിങ്ങും ഒന്നിച്ച് കവറായി വരത്തില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് വന്നിട്ട് കാണുമ്പോൾ സുഖം കാണത്തില്ല. അത് വന്നിട്ട് ബിൽഡിംഗ് എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിൽ വന്നിട്ട് ഞാൻ സൈഡ് എ, സൈഡ് ബി, അല്ലെങ്കിൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2 അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ വന്നിട്ട് ഒരു 1 മാസം ഗ്യാപ്പ് ഇട്ട് തന്നെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനാണ് എനിക്ക്. എനിക്കൊന്നും ഒരു പിടുത്തമില്ല. കാരണം ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം, യാതൊരു ഐഡിയ ഇല്ല. ഒരു വലിയ ടീം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. ആകെ ഞാൻ നജു മാത്രമേ ഉള്ളൂ. എങ്ങനെ എടുക്കണം ഒരു പ്ലാനും ഇല്ല. നോക്കാം, എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം എഫോർട്ട് ഇട്ട് ബെസ്റ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും. അതുകൊണ്ട് നജീബ് അപ്പുറത്തുണ്ട്, അപ്പുറത്തോ. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് മണ്ടക്കോട്ട് പതിയെ പോയിട്ട് ഓരോ ഇത് കാണിച്ച് നോക്കാം. എന്നിട്ട് വന്നിട്ട് അങ്ങനെ നൈറ്റ് ടൈം വന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ഇത് വന്നിട്ട് എല്ലാ ബിൽഡിങ്ങും ഒന്നിച്ച് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിൽഡിങ്ങും ഇപ്പോഴത്തെ വേറെ ബിൽഡിംഗ് ഉണ്ട്. ഈ 2 ബിൽഡിംഗ് മാത്രം ഇന്ന് കവർ ചെയ്യാം. സൈഡ് എയിൽ വന്നിട്ട് ആ വീഡിയോകൾ വേണ്ടി വരുന്നതായിരിക്കും, എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പകൽ ഫുട്ടേജ് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ആ ബിൽഡിങ്ങിൻ്റെ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ബിൽഡിംഗ് കേട്ടോ. കേട്ടോ നജീബേ, കാണുമ്പോൾ തന്നെ ഫീലിംഗ് അതെ ഇതുണ്ട്. തലയൊക്കെ അടിച്ച് പൊളിച്ച് അവിടെ കിടപ്പുണ്ട് കേട്ടോ. നേരത്തെ കണ്ടു, തലയോടൊപ്പുണ്ട്. കാഴ്ച അവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലം വന്നിട്ട് ഒരു ഗണപതിയുടെ ഒരു അമ്പലമാണ്. പക്ഷെ അകത്ത് വന്നിട്ട് വിഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. അത് ഇപ്പോൾ അമ്പലം
അമ്പലം അബണ്ടറായിട്ടിരിക്കുക, ഒന്നാലോചിച്ച് നോക്കി. മോനെ സ്റ്റെപ്പ് നോക്കുമ്പോൾ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ബാഗാണ്, ഞങ്ങളുടെ ബാഗ് വച്ചിട്ട് അങ്ങോട്ട് വന്നത്. ഇതുണ്ടോ, ഇതൊക്കെ ഫുൾ ഫയൽസാണ് മൊത്തം. ഓ മൈ ഗാഡ്, സെമ്മ. ഇതിൻ്റെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക, ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഗ്യാപ്പ് ബ്രഹ്മാണ്ടം. ഫുള്ള് സർട്ടിഫിക്കറ്റാണ്, ഒന്നും കാണിക്കുന്നില്ല. ഇത്രയും ഇതായിട്ടാണ് ഇവിടെ ഇതൊക്കെ തല്ലി പൊട്ടിച്ചിട്ടേക്കുന്നത്, എനിക്കറിയാൻ വയ്യാത്ത. ഫുൾ ഗ്ലാസ്സാണ്. ഇത് നോക്കി മനസ്സിലാവും, ഇവിടെ ഫുള്ള് ടൈലാണ്. ആ ടൈൽസ് ഒട്ടിച്ചിരിക്കുക, പക്ഷെ അത് ഇതുണ്ടോ, ഈ ടൈൽസ് മൊത്തം കുത്തി ഇളക്കിയിട്ടിരിക്കുക. ദൈവമേ, നോക്കുക. സൗണ്ട് ഇട്ടില്ലേ ഇപ്പോൾ? ഇത് സൗണ്ട് പറ്റിയിട്ടില്ലേ? ഇതുമായി സംസാരിക്കുന്ന സൗണ്ട്. സംസാരിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോയിൽ ആരെങ്കിലും ഉണ്ടാവും, ആരെയും കാണുന്നൊന്നുമില്ല. അത് നോക്കിയോ കേട്ടോ, സ്റ്റെപ്പൊക്കെ പൊളിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. ഞാൻ കണ്ടത്, അത് എടുത്തായിരുന്നു കേട്ടോ. അജീബേ നോക്കിയോ, ഈ സ്ഥലത്ത് മൊത്തം പൊളിഞ്ഞ് കിടക്കട്ടോ. പ്രത്യേകിച്ച് രാത്രിയിൽ കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ നാടെ. അതെ, എനിക്കിടങ്ങാറ്. എന്താണ് ഇതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ രാത്രി ഭയങ്കര റിസ്ക് കേട്ടോ. നോക്കിയോ, സൗണ്ട് അറിയാം, സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരുമാതിരി ക്രാച്ചെന്ന്. ഇന്നത്തെ ഫുൾ പാടം ബാക്കി സൈഡ് മൊത്തം മല. അതറിയാം, ദൂരേന്ന് കേൾക്കുന്ന സൗണ്ട് ആണോ അടുത്തൊന്നും മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. ഈ കോളേജൊക്കെ ഒരു രക്ഷയില്ലാത്ത കോളേജായിരുന്നു. ബട്ട് ഇതിൻ്റെ റിയൽ ഇൻസിഡൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അതെ, ഓ എൻ്റെ മോനെ എന്തോടിത്. ഈ ക്യാമറ കൂടെ നോക്കിയേ, ആ ആങ്കിള് വ്യൂ നോക്കി പോളി.
വന്നിട്ട് കംപ്ലീറ്റ് വന്നിട്ട് ഒരുമാതിരി എന്തു പറയാ, ഒരേ സമയം കാണുമ്പോൾ വാവ് ഇത്ര ബ്രഹ്മാണ്ട ഒരു ബിൽഡിങ്. അതൊരു കോളേജായിരുന്നു, ആലോചിക്കണേ. അണ്ണാ യൂണിവേഴ്സിറ്റി ഇവിടെ, ഇത് അണ്ണാ യൂണിവേഴ്സിറ്റി അല്ല, ഇത് വേറെ കോളേജാണ്. ബട്ട് ഇത് ചെന്നൈയുടെ ഏതോ ഒരു ഫയൽ പാക്ക് ചെയ്ത കവറ കണ്ടാണ്. എന്നാലും ആ പിള്ളേര് പറഞ്ഞതല്ലേ ബ്രോ, ആ പിള്ളേര് പറഞ്ഞത് ഇതാണ് ആ അമ്പലമാണ്, ഒരു അമ്പലമാണ്. പക്ഷെ വന്നിട്ട് അതിപ്പോൾ അബണ്ടായിട്ടിരിക്കുകയാണ്. അതായത് അവിടുത്തെ വിഗ്രഹങ്ങൾ പോലും അവിടെ ഇല്ല, അതുപോലെ അബണ്ടായിട്ടിരിക്കുകയാണ് ആ അമ്പലം. ഇത് രണ്ടാമത്തിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് ഞാൻ നമ്മുടെ നൈറ്റ് മെയിൻ വീഡിയോ ഉണ്ടല്ലോ അതിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുണ്ടോ ഫുൾ അബണ്ടായിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ. ഇതാ കോളേജിൻ്റെ ബാക്ക് സൈഡാണ് ഫുൾ മല. അതെന്താ കഞ്ഞിപ്പൂര്? ആക്ച്വലി വന്നിട്ട് ഞങ്ങൾ 5 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈവേ ആണ്, 4.5 കിലോമീറ്റർ പറയുന്നത്. ആ ഹൈവേയിൽ നിന്ന് 4.5 കിലോമീറ്റർ ഉള്ളിലോട്ട് ഞങ്ങൾ നടന്നാണ് വന്നത്. ഇടി മഴ പെയ്താൽ പൊളിക്കും. ഇതാണ് വേറെ ബിൽഡിങ്ങിൻ്റെ ഔട്ട് സൈഡ്. നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ബിൽഡിംഗ് ആണോ അതോ ഈ ബിൽഡിംഗ് ആണോ? ഔട്ടർ ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ആണോ രണ്ടാമത്തെ ബിൽഡിംഗ് എന്നുള്ളത് എനിക്കൊരു കൺഫർമേഷൻ ഇല്ല. കാരണം അത് ഞാൻ പറയാം, അത് വന്നിട്ട് മെയിൻ വീഡിയോ പറയാം. അത് ഇവിടെ ഇതിന് മുന്നേ നിങ്ങൾ വേറെ ആൾക്കാരുടെ വീഡിയോസ് കണ്ടു കാണും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഈ വരാൻ പോകുന്ന നമ്മുടെ വീഡിയോ. കാരണം എല്ലാം കൂടി ഒന്നിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് അതൊരു ഇത് കാണത്തില്ല, ഒരു ഗും എഫക്റ്റ് കിട്ടത്തില്ല. അതനുസരിച്ച് വന്നിട്ട് ഓരോന്നും പതിയെ പതിയെ വന്നിട്ട് ടൈമേ സ്പെൻഡ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ട് പക്കായിട്ടത് ആ ഒരു ത്രില്ല് കിട്ടും പ്രോപ്പറായിട്ട്. നോക്കി നടന്നോ കേട്ടോ. നജീബേ മൊത്തം പൊളിഞ്ഞു കിടക്കുക. നജീബ് നോക്കി വാ. ഇതുണ്ടോ ജസ്റ്റ് ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ താഴെയാണ് ഗുണ കേവ്. ഞാൻ ഇതുണ്ടോ ഇതൊക്കെ തടുത്ത് ഇരുമ്പ്. ഇതൊക്കെ രാത്രിയാണെങ്കിൽ റിസ്ക്. എനിക്ക് പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ പേടി. നോക്കി വാ നജീബേ. മോനെ വ്യൂ പോയിന്റ് കണ്ടാ. അത് വന്നിട്ട് വേറെ ലെവല് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചില്ല വ്യൂ. കൊല്ലോ നോക്കിക്കോട്ടോ. അമ്പോ അമ്മേ ഡെസ്ക് ഇടുന്ന സെറ്റപ്പ് ആയിരിക്കണം. ഇത് ക്ലാസ് റൂമാണ്. അവിടെ ബോർഡ് കഴിച്ചിട്ടുണ്ടോ? വെൽക്കം ടു ഫൈനൽ
കമ്പ്യൂട്ടറിലാണ് ഇത് ക്ലാസ് റൂം അങ്ങണ്ടാ. വേറെ മാതിരിടാ, ഒരു രക്ഷയില്ല. പിടിച്ചോ. ഗൈസ്, ഇവിടെ വന്നിട്ട് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് തന്നെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്ന സൗണ്ട് ഇല്ല. അതാ പറയാം, അത് വന്നിട്ട് ദൂരയിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ സൗണ്ട് കുറേ നേരിട്ട് കേൾക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് തന്നെ ആ സൗണ്ട് ആണോ അതോ ഇവിടുന്ന് കേൾക്കുന്ന സൗണ്ട് ആണോ ഒരു പിടുത്തമില്ല. നോക്കത്തില്ല. പക്ഷേ വേറെ ആരുണ്ടോ പുറത്തെ സൗണ്ട് ആണെങ്കിൽ അങ്ങനെയാണ്. ഇത് വീടല്ലോ ഇത്, അപ്പാർട്ട്മെന്റ് ഇല്ല ഇതൊക്കെ. നമ്മളിപ്പോ ഇത് കണ്ടതില്ലല്ലോ ഈ അപ്പാർട്ട്മെന്റ് ഒന്നും. ഇത് അബണ്ടറാണോ അതോ മനസ്സിലാകുന്നില്ലൊന്നും. അബണ്ടറാണോ ഇത്? ഫോണിൽ ചാർജ് കുറവാ, പെട്ടെന്നോ പിടിച്ച്.